മറ്റനായ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പിശാച് മനുഷ്യനെ തെറ്റിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മുടെ വളർച്ചയും ഒക്കെ തടസ്സപ്പെടുത്തുകയും നമ്മളെ പക്വമാക്കുകയും ചെയ്യുന്ന നമ്മളെ മുരടിപ്പിലേക്ക് നടത്തുന്ന പിശാചിനെക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചത്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് രോഗങ്ങളുടെ കാരണം, രോഗങ്ങൾ ഉണ്ടാക്കുന്ന പിശാചിനെക്കുറിച്ചാണ്. പലപ്പോഴും ഈ ചിന്ത ആളുകൾ വരും, രോഗങ്ങളെല്ലാം പിശാചാണോ കൊണ്ടുവരുന്നത് എന്നുള്ള ഒരു ചിന്ത പലപ്പോഴും വരും. നമുക്കറിയാം, യേശു ആർക്കും രോഗം കൊടുത്തായിട്ട് ബൈബിളിലെങ്കും പറയുന്നില്ല. യേശു ആർക്കെങ്കിലും രോഗം കൊടുത്തായിട്ട് നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ബൈബിൾ പഠിച്ചിട്ട് യേശു ആർക്കും രോഗം കൊടുത്തായിട്ട് കാണുന്നില്ല. എന്നാൽ പിശാച് രോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പിശാചിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്. യേശുവിനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ശിഷ്യന്മാർ. യവൻ ഒരു കുരുടനുമായിട്ട് സംസാരിച്ചപ്പോൾ യവന് രോഗം വന്നത് യവനോ യവൻ്റെ മാതാപിതാക്കളോ ആര് പാപം ചെയ്തിട്ടാണെന്നുള്ളൊരു ചോദ്യമാണ്. യേശുവിന് ആ ഉത്തരം അവിടെ പറയുന്നുണ്ട്. യേശു ഉത്തരം പറയുന്നൊരു ഭാഗം ശ്രദ്ധേയമാണ്. യവനും യവൻ്റെ മാതാപിതാക്കളോ ഒന്നും പാപം ചെയ്തിട്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടേണ്ടതാണ്. 18 വർഷം കൂനിയായ സ്ത്രീ ദേവാലയത്തിൽ വന്നു. യേശു പ്രതികരിച്ച് എങ്ങനെയാണ്? ലൂക്കോസ് 13:16 പറയുന്നു കൂനിയായ സ്ത്രീയെക്കുറിച്ച്. 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന, സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകനായവൾ. ഇവിടെ രോഗത്തിൻ്റെ കാരണം പാപമാണ് എന്നുള്ള ഒരു ചിന്ത അന്നത്തെ വിശ്വാസ സമൂഹത്തിൽ ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് യഹൂദന്മാർക്ക്. കാരണം അതിന് കാരണമുണ്ട്. കാരണം ഈ പാപവും ശാപവും ഒക്കെ ലോകത്തിൽ കടന്നത് അതിനുശേഷമാണ് ഈ ലോകത്തിലെ രോഗമൊക്കെ കണ്ടത്. ഈ പാപം കടന്നതിന് ശേഷമാണല്ലോ ഇത് ശാപഗ്രസ്തമായത്. അതുകൊണ്ടാണ് ആദ്യം 900 വർഷം ഒക്കെയുള്ള ആയുസ് പിന്നെ കുറഞ്ഞു വരുന്നുണ്ട്. ആയുസ് കുറഞ്ഞു, മരണം കൂടി വന്നു. അന്നേരം പാപം കൊണ്ടുവന്ന പിശാചാണെങ്കിൽ അതിനോട് ചേർന്ന് രോഗവും അവൻ്റെ സൃഷ്ടിയാണെന്ന് വിശ്വസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പാപം പിശാച് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ രോഗവും അതിനെ കൊണ്ടുവന്നതിൽ തെറ്റില്ല, അത് ചിന്തിക്കുന്നതിൽ. എന്നാലും നമ്മൾക്കറിയാം, ബൈബിൾ നമ്മൾ പഠിക്കുമ്പോൾ ഭൂരിഭാഗം രോഗങ്ങളും പാപത്താൽ വന്നിരിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണ്, പിശാച് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ചിന്തയാണ് നമുക്ക് കാണുന്നത്. അത് മാത്രമല്ല, 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ഈ പിശാചിനെ പിടിച്ച് ചങ്ങലയിൽ ഇട്ട് കഴിയുമ്പോൾ രോഗം വരുന്നതായിട്ട് അധികം കാണുന്നില്ല. മരണവും കുറവാണ്, ചെറിയ ചുരുക്കമായിട്ടുള്ള മരണങ്ങളെ ഉള്ളതാനും. അത് ഇവിടെ എല്ലാം കാണുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സിക്നെസ് അല്ലെങ്കിൽ രോഗം കൊണ്ടുവരുന്നത് പൈശാചികമായിട്ടുള്ളൊരു ശക്തിയാണ് എന്ന് കാണുന്നു. ഇവിടെ ലൂക്കോസ് 13:16 സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന കൂന്, ആ കൂനിനെയാണ് യേശു മാറ്റുന്നത്. അപ്പോസ്തല പ്രവൃത്തി 10:38 പത്രോസ് നന്മ ചെയ്ത് രോഗികളെ സൗഖ്യമാക്കിയതായിട്ട് പറയുന്നു. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്യുകയും ദൈവം അവനോട് കൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്ത് പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ച വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അപ്പോൾ പിശാച് ബാധിച്ചിരുന്നവരെ സൗഖ്യമാക്കുക, നസ്രയനായ യേശുവിനെ ദൈവം അഭിഷേകം ചെയ്ത് അവൻ പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കി ഇരുന്നു എന്ന് വിവരം നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസും അതിൻ്റെ തുടർച്ചയായിട്ട് അത് ചെയ്തിരുന്നു, രോഗികളെ സൗഖ്യമാക്കി. പലപ്പോഴും പിശാചാണ് പ്രയാസങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരുന്നത്. പൗലോസ് പറയുന്നുണ്ട്, പൗലോസിൻ്റെ ജീവിതത്തിലെ ജഡത്തിലൊരു ശൂലം കുത്താനൊരു സാത്താൻ്റെ ദൂതനെ അയച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. ഇതും കാണിക്കുന്നത് എന്താണ്? ഒരു പ്രയാസം എന്താണെന്ന് നമുക്ക് ക്ലിയറായിട്ട് അറിയത്തില്ലെങ്കിലും അത് ജഡത്തിലെ ഒരു ശൂലം, സാത്താൻ്റെ ദൂതൻ എന്നൊക്കെ പറയുന്ന റെഫറൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം പിശാചിൻ്റെ ഒരു കളിയായിരുന്നു എന്നുള്ളത്. നമ്മുടെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെയാണ്. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 4 സൗഖ്യമാക്കലും 4 സൗഖ്യമാക്കുന്ന കാര്യം പറയുന്നുണ്ട്. മർക്കോസിൽ 9 തന്നെ 2 അങ്ങനെ 4 സൗഖ്യമാക്കലും സാത്താനാണ് പ്രശ്നക്കാരനെന്ന് പറയുന്നുണ്ട്. ഇയ്യോബിൻ്റെ ജീവിതത്തിൽ നമുക്കറിയാവുന്ന ഇയ്യോബ് 2-ാം അധ്യായത്തിൽ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ അവൻ്റെ ജീവിതത്തിൽ രോഗം കൊണ്ടുവന്നതും
അവൾ പ്രയാസങ്ങൾ കൊണ്ടുവന്നതൊക്കെ പിശാചാണ്. പിശാചിനെ ദൈവം പെർമിറ്റ് ചെയ്തു. എന്നാൽ അവിടെയും ദൈവത്തിൻ്റെ സംരക്ഷണം അവനുണ്ടായിരുന്നു എന്ന് കാണുന്നു. ഇയ്യോബിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ യഹോവ സാത്താനോട് പറയാണ്, ഇതാ അവൻ നിൻ്റെ കയ്യിലിരിക്കുന്നു, അവൻ്റെ പ്രാണനെ മാത്രം തൊടരുത്. അങ്ങനെ സാത്താൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഇയ്യോബിനെ ഉള്ളങ്കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കളാൽ ബാധിച്ചു. അവനൊരു ഓട്ടിൻ കഷ്ണം എടുത്ത് തന്നെത്താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. ആ ഒരു രീതിയിൽ ഇയ്യോബിനെ പരീക്ഷിച്ചു. ശരിക്കും സാത്താനെ ഇവിടെ പെർമിറ്റ് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഈ രോഗവും പ്രയാസങ്ങളും ഒക്കെ സാത്താൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ടെങ്കിലും ദൈവം സ്റ്റിൽ ഹീസ് ഇൻ ദ ത്രോൺ ആൻഡ് ഹീസ് കൺട്രോളിങ് ദ യൂണിവേഴ്സ്. ഈ ലോകത്തെ മുഴുവൻ ദൈവത്തിൻ്റെ കൺട്രോളിലും അവൻ്റെ ശക്തിയുടെ കീഴിലും ആണ് നമ്മൾ മറന്നു പോയത്. 2 തെസ്സലോനിക്കർ 2:6 മുതൽ 9 വരെ കർത്താവിൻ്റെ വരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ട ഇപ്പോൾ തടുക്കുന്നത് എന്തേന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോവാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെടും. അവനെ കർത്താവായ യേശു തൻ്റെ വായിൻ്റെ ശ്വാസം ഒടുക്കി തൻ്റെ പ്രത്യക്ഷയുടെ പ്രഭാവത്തിൽ നശിപ്പിക്കും. ഇപ്പോൾ തടുക്കുന്നവൻ മാറണം, അധർമ്മമൂർത്തി അപ്പോൾ വെളിപ്പെടും എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ദൈവത്തിൻ്റെ ശക്തിയിലും പവറിലുമാണ് ഇവിടെ ഇരിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി എന്താണ്? തടുക്കുന്ന ആരാണ്? നമുക്കുള്ള ഹെൽപ്പറായിട്ടുള്ള, നമ്മളെ സഹായിക്കാനുള്ള പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഈവിൾ ഉണ്ട്, എന്നാൽ ഗോഡ് ഈസ് സ്റ്റിൽ ഇൻ കൺട്രോൾ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. പ്രാർത്ഥനകൾ കൂടിയും ഒക്കെ സൗഖ്യങ്ങൾ ഈ ദിവസങ്ങളിൽ വരുന്ന നമ്മുടെ എല്ലാ എപ്പിസോഡിൻ്റെ അവസാനം പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥിക്കുന്ന സമയത്ത് പലർക്കും വിടുതൽ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ആളുകൾ പറഞ്ഞ് ഇന്ന രീതിയിൽ ദൈവം ഇടപെട്ടു സൗഖ്യമാക്കി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത കേസുകളുണ്ട്, ക്യാൻസർ മാറിയ കേസുകളുണ്ട്. കഴിഞ്ഞ ദിവസവും ഇതുപോലൊരു പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് തന്നെ പ്രാർത്ഥന കഴിഞ്ഞ് സെക്കൻഡ്സിനകത്ത് തന്നെ വാല്യൂസ് എല്ലാം നോർമലായി ഡിസ്ചാർജ് ചെയ്തതായിട്ട് അന്ന് തന്നെ ഡിസ്ചാർജ് ചെയ്തു ഹോസ്പിറ്റലിൽ നിന്ന്. അത് സീരിയസ് ആണ്, ക്രിട്ടിക്കലാണ്, പിറ്റേ ദിവസം വെന്റിലേറ്ററിൽ വെക്കണമെന്ന് പറഞ്ഞാണ്. ഞാൻ എന്താ പറയുന്ന കാര്യം വെച്ചാൽ വചനം അയക്കുകയാണ്. ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് എനി പവർ. ചില പ്രാർത്ഥനകളൊന്നും ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല. സിക്നസ്സിന് വേണ്ടി പ്രാർത്ഥിച്ച് ചിലപ്പോൾ ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ വചനം നമ്മൾ അയക്കുകയാണ്. വചനം അയച്ചിട്ട് ദൈവമാണ് വിടുവിക്കുന്നത്. വചനം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വചനം ഏറ്റെടുത്ത് നമ്മൾ പറയുമ്പോഴേ ദൈവം അതിൽ കൂടി വലിയൊരു വിടുതൽ തരും. പല രോഗങ്ങളും നേരത്തെ പറഞ്ഞ പോലെ ഡമൺ പൊസസ്ഡ് ആണ് എന്ന് 2-3 ഭാഗങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മത്തായിയുടെ സുവിശേഷം 9:32-33 വാക്യങ്ങളിൽ അവൻ പോകുമ്പോൾ ചില ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ ഭൂതത്തെ പുറത്താക്കിയ ശേഷം ഊമൻ സംസാരിച്ചു. ഭൂതഗ്രസ്തനായ ഒരു ഊമൻ, ദാറ്റ് ഈസ് ഡം മാൻ പൊസസ്ഡ് വിത്ത് ഡെവിൾ. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 20 മുതൽ 22 വാക്യങ്ങൾ. അവർ അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവ് അവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരണ്ടു. ഇത് കണ്ടിട്ട് ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചാൽ ചെറുപ്പം മുതലേ ഉണ്ട് എന്ന് പറഞ്ഞു. അതിനകത്ത് 25-ാം വാക്യത്തിൽ യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി അവനിൽ കടക്കരുത് എന്ന്. അത് നോക്കി അവിടെ അശുദ്ധാത്മാവിനെ ശാസിച്ചു എന്നാണ് പറഞ്ഞത്. ഈവിൾ സ്പിരിറ്റാണ്. അതിനെ ശാസിച്ച് ഒഴിവാക്കിയതായിട്ടാണ് കാണുന്നത്. മത്തായി 12:22 അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഒരു ഭൂതഗ്രസ്തനെ അവൻ്റെ അടുക്കൽ കൊണ്ടു. ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. അവിടെയും പൊസസ്ഡ് വിത്ത് ഡെവിൾ, ബ്ലൈൻഡ് ആൻഡ് ഡം, അന്നേരം ബ്ലൈൻഡ്നെസ് കൊടുക്കുന്നതായിട്ടുള്ളൊരു ഡെവിൾ അവിടെ കാണുന്നു. ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ ഗദരദേശത്ത് ഭൂതങ്ങൾ ബാധിച്ച ഒരു മനുഷ്യൻ പട്ടണത്തിൽ വന്ന് എതിർപ്പെട്ടു. അവിടെയും ഭൂതം ബാധിച്ചിട്ട് റിലേഷൻഷിപ്പ് പോയിട്ട് അതിൽ ഭ്രാന്തി പിടിച്ച് ഇൻസൈനായി ഇരിക്കുന്ന ഒരു മനുഷ്യൻ, കല്ലറുകൾ പാർക്കുന്ന മനുഷ്യൻ. അവനിലുള്ള അനേകം ഭൂതങ്ങൾ, ലെഗ്യോൻ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. അതിനെ അവിടെ നിന്ന് വിട്ടുപോകുന്നു. അതും
അങ്ങനെയുള്ള ഒരു കേസാണ്. നേരത്തെ നമ്മൾ അതുപോലെ സംസാരിച്ചാണ്. ലൂക്കോസ് 13:16 കൂന്, അതും ഡിഫോമിറ്റിയാണ്. മുതുകിന് അല്ലെങ്കിൽ നട്ടലിനുള്ള ഒരു വളവ്, ആ കൂന് ഉണ്ടായതും അതും പറയുന്നത് പാപം. ഒരു കൂനിയായ സ്ത്രീ യേശുവിൻ്റെ അരികിൽ അവിടെ വന്നപ്പോഴേ 18 വർഷമായി പിശാച് ബാധിച്ചിരുന്നു എന്ന് പറയും. എന്നാൽ ചില രോഗങ്ങൾ ഇങ്ങനെ സാത്താൻ്റെ ഉത്തരവാദിത്വം കാണുന്നുവെങ്കിലും എല്ലാ രോഗങ്ങളും അതുകൊണ്ട് തന്നെ അല്ല. ചിലത് മനുഷ്യൻ്റെ വീഴ്ച കൊണ്ടും പാപത്തിൻ്റേതാണ്. അത് ശരിക്കും പറഞ്ഞാൽ വേറെ ഒരുപാട് വൈസസ് ഉണ്ടല്ലോ ലോകത്തിലെ. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. ഈ പ്രത്യേകിച്ച് മാൽന്യൂട്രീഷൻ, പോഷകക്കുറവ്, അതുപോലെ വയലൻസ്, റേപ്പ്, പോയിസണിങ്, ആക്സിഡൻറ്റ്, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളുണ്ട്. വൈറസ്, ബാക്ടീരിയ, ഇതൊക്കെ അസുഖങ്ങളുണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൽ പിറവിയിലെ കുരുടനായ ഒരു മനുഷ്യനെ യേശു സൗഖ്യമാക്കുന്ന പറയുന്നു. അതിൽ അവൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കുകയാണ്, റബ്ബി, ഇവൻ കുരുടനായി പിറക്കത്തക്കവണ്ണം ആർ പാപം ചെയ്തു, ഇവനോ എൻ്റെ അമ്മയപ്പന്മാരോ എന്ന് ചോദിച്ചു. അതിന് യേശു, അവൻ്റെ അമ്മയപ്പന്മാരെങ്കിലും പാപം ചെയ്തിട്ടില്ല, ദൈവപ്രവൃത്തി അവങ്കൽ വെളിവാകേണ്ടതിനത്രേ. ഈ ഒരു യേശുക്രിസ്തുവിൻ്റെ അത്ഭുതത്തിൽ കൂടി അവനെ വിടുവിക്കുന്ന കാര്യം അവനിൽ കൂടി വെളിവാകേണ്ടതിന് അവൻ കുരുടനായി പിറന്നു എന്നാണ് പറഞ്ഞത്. അന്നത്തെ ഒരു നോർമലായിട്ടൊരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയായിരുന്നു? പഴയ നിയമത്തിലെ ന്യായപ്രമാണമൊക്കെ ചിന്തിക്കുന്നത് പാപം ചെയ്യുന്നതുകൊണ്ടാണ് രോഗം വരുന്നത്. അതുകൊണ്ട് എല്ലാ രോഗങ്ങളും പാപം കൊണ്ട് മാത്രമല്ല വരുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാൽ ഭൂരിഭാഗം രോഗങ്ങളും ഈ ലോകത്തിൽ ഉണ്ടാകുന്ന പിശാചിൻ്റെ ഉത്തരവാദിത്തത്തിലാണ്. പിശാചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം, ബൈബിളിലുള്ള മിക്കവാറുമുള്ള ഒരു 95% അങ്ങനെ വേണമെങ്കിൽ പറയാം, ഉള്ള രോഗങ്ങളെയും ദൈവം അതിൽ നിന്ന് റെസ്ക്യൂ ചെയ്തപ്പോഴേ, അല്ലെങ്കിൽ സൗഖ്യമാക്കിയപ്പോഴേ, പിശാചിനെ ശാസിച്ച രോഗത്തിൻ്റെ ആത്മാവിനെ പുറത്താക്കിക്കൊണ്ടാണ് അത് വിടുവിച്ചതായിട്ട് കാണുന്നത്. എന്നാൽ വിശ്വാസികൾക്ക് രോഗം വരുന്നോ? അതും പിശാച് അങ്ങനെ ചെയ്യും, അവനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളത് യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണല്ലോ വന്നത്. അതുപോലെ തന്നെ ഒരു സമൂഹം പോലും രോഗത്തിനും പ്രയാസങ്ങൾക്കും അടിമയാകാനായിട്ട് പിശാച് വ്യക്തികൾ കൂടി പ്രവർത്തിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഈ വയലൻസ്, അതുപോലെ ഈ മാൽന്യൂട്രീഷൻ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, വൈറസ്, ബാക്ടീരിയ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അങ്ങനെ ഉണ്ടാകും, സമൂഹത്തിൽ തന്നെ ഉണ്ടാകുന്ന കാര്യങ്ങൾ. യാക്കോബിൻ്റെ ലേഖനം 5:13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറയുന്നത്, രോഗിയെ സഭയിൽ കൊണ്ടുവന്ന് എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം വരും എന്ന്. അതിനാൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവും, ചില രോഗങ്ങൾ ദൈവത്തിൽ നിന്ന് വരുന്നു, ചില രോഗങ്ങൾ ദൈവത്തിൽ നിന്ന് ദൈവം തന്നെ അത് പെർമിറ്റ് ചെയ്തു, ചിലത് സാത്താനിൽ നിന്ന് വരുന്നു. ദൈവം രോഗം കൊണ്ടുവരുമെന്നല്ല പറഞ്ഞത്, ദൈവം പെർമിറ്റ് ചെയ്യുന്നു ചില രോഗങ്ങൾ. ചിലത് നേരിട്ട് സാത്താൻ തന്നെ കൊണ്ടുവരുന്നു. ചിലത് പാപത്തിൻ്റെ ശിക്ഷയായി നിങ്ങളെ ശുദ്ധീകരിക്കാൻ തോന്നും. ബാലശിക്ഷ എന്ന് പറഞ്ഞപ്പോഴേ അതിനകത്ത് സംസാരിച്ചാണ്. നിങ്ങൾ ആ എപ്പിസോഡ് പോയി കണ്ടാൽ ബാലശിക്ഷ 1-2 എപ്പിസോഡുകളിൽ അതിനെക്കുറിച്ച് പറഞ്ഞാണ്. പാപത്തിൻ്റെ ശിക്ഷയായി ചില രോഗങ്ങൾ നമുക്ക് വരുന്നു. എന്നാൽ പിശാച് രോഗം കൊണ്ടുവരുന്നു എന്ന് നമ്മൾ മറന്നു പോകരുത്. പിശാച് കൊണ്ടുവരുന്ന രോഗങ്ങൾ, അതിൽ നിന്ന് നമ്മൾ വിടുവിക്കപ്പെടാനായിട്ട് എന്താണ് ആവശ്യം? ദൈവവചനം അയച്ച് വിടുവിക്കുക, പ്രാർത്ഥനയിൽ കൂടി വിടുവിക്കുക. അതുപോലെ രോഗിക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമുണ്ട്, ആ രോഗിക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഇതിൽ കൂടിയൊക്കെ ദൈവം വിടുവിക്കുകയും വീണ്ടെടുക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് ഓർക്കുക, പിശാച് നമ്മളെ ആക്രമിക്കുന്ന ഒരു വിധം കോസിങ് സിക്നസ്, നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ സമയം ഇവിടെ അവസാനിച്ചുകൊണ്ട് ഞാനിവിടെ എൻഡ് ചെയ്യുകയാണ്. ഞാൻ ഇന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴേ നിങ്ങൾ എന്നോടുകൂടി ചേർന്ന് പ്രാർത്ഥിക്കണം. ചില രോഗങ്ങളൊക്കെ പിശാച് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇന്ന് ആ കെട്ടൊക്കെ അഴിയണം, ഇന്ന് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ പ്രാപിക്കണം. പ്രത്യേകിച്ച് ചില അലർജിക്കായിട്ടുള്ള ഇഷ്യൂസ് ഇന്ന് ദൈവം വലുതായിട്ട് വിടുവിക്കും. ചില അനേകം വർഷങ്ങളായിട്ട് നിങ്ങൾ കാണുന്ന ചില ശ്വാസം മുട്ടൽ, അത് ദൈവം ഇന്ന് വിടുവിക്കും. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. അനേക നാളുകളിലായിട്ട് സോറിയാസിസിൻ്റെ അസുഖം വന്നിട്ട് എല്ലാ ട്രീറ്റ്മെൻറ്റും നടത്തി വിടുതൽ പ്രാപിക്കാത്ത എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക, ഇന്ന് വിടുവിക്കും.
അനേകം നാളുകളിലായിട്ട് നിങ്ങളുടെ കിഡ്നിയിലെ അല്ലെങ്കിൽ ആ യൂറിനറി ബ്ലാഡറുമായിട്ട് റിലേറ്റ് ചെയ്ത ചില പ്രശ്നങ്ങളെ ദൈവം ഇന്ന് വിടുവിക്കും. നിങ്ങൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഈ വിഷയങ്ങളല്ലാതെ ഞാൻ ഈ പറയാത്ത എന്തെങ്കിലും വിഷയങ്ങൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൈ ആ അവയവത്തിലേക്ക് വെച്ചുകൊണ്ട് വലങ്കൈ അവിടെ വെച്ചോട്ടെ. നിങ്ങളിന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ, വിശ്വാസത്തിൽ ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ദൈവം വലിയൊരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ നയിക്കും. നേരത്തെ പറഞ്ഞു, രോഗങ്ങളുടെ പ്രധാന കാരണക്കാരൻ പിശാച് തന്നെയാണ്. എന്നാൽ ചില രോഗങ്ങളെ ദൈവം അനുവദിക്കുന്നത് നിങ്ങളെ ശുദ്ധീകരിക്കാനായിട്ടാണ്. ആർക്കെങ്കിലും ആ സൗഖ്യം വേണമെങ്കിൽ ജെയിംസ് യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്ന പോലെ രോഗിയെ സഭയിൽ എണ്ണ പുരട്ടി പാപങ്ങളെ ഏറ്റുപറഞ്ഞ് മറ്റുള്ളവരെ പ്രാർത്ഥിക്കട്ടെ എന്ന് പറയും. മൂപ്പന്മാർ എണ്ണ പുരട്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വലിയ വിടുതൽ അയക്കുന്നു എന്ന് കാണുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഈ പ്രിയപ്പെട്ടവർ എന്നോട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പിശാച് മനുഷ്യനെ തെറ്റിക്കുന്ന വിധങ്ങളാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കർത്താവേ, എല്ലാ ദിവസവും എന്തെങ്കിലും രീതിയിൽ ഞങ്ങളെ തെറ്റിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളും ഉണ്ടല്ലോ. അത് ഞങ്ങൾ മനസ്സിലാക്കി സെൻസിറ്റീവായിട്ട് ഇരുപ്പാനായിട്ട് സഹായിക്കണം. കർത്താവേ, ഒരുപാട് രോഗങ്ങൾ പിശാച് കൊണ്ടുവരുന്നുണ്ട്. ഒരുപാട് രോഗങ്ങൾ കർത്താവെ ഞങ്ങൾ പാപത്തിൽ ജീവിക്കുന്നതിനാൽ വരുന്നുണ്ടല്ലോ. ചില രോഗങ്ങളൊക്കെ ഞങ്ങളെ കർത്താവെ ശുദ്ധീകരിക്കാനായിട്ട് കൊണ്ടുവരുന്നല്ലോ. ഇതെല്ലാം ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവെ, ഇതെല്ലാം ചേർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എന്നോട് ചേർന്ന് രോഗികളെ പ്രാർത്ഥിക്കുമ്പോഴേ, അവിടെ വലങ്കൈ അവയവത്തിൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴേ കർത്താവെ വിടുതലയക്കണമേ, സഹായിക്കണമേ. കിഡ്നി റിലേറ്റഡ് പ്രോബ്ലംസിൽ നിന്ന് യേശുവിൻ്റെ നാമത്തിലെ വലിയൊരു വിടുതൽ ഇന്ന് പ്രഖ്യാപിക്കുന്നു. ദൈവമേ, നീ അത് കൊടുക്കണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ഏത് അവയവത്തിൽ കേടുണ്ടെങ്കിലും ആസ്മാറ്റിക് ആയിട്ടുള്ള പ്രയാസങ്ങളെ എന്നെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ സോറിയാസിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അലർജി ഇഷ്യൂസും യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൽ ഏതൊക്കെ വ്യഥയായാലും അതിൽ നിന്നൊക്കെ വലിയൊരു വിടുതൽ നീ കൊടുക്കുന്ന ദൈവമായിട്ട് സ്തോത്രം. വചനം അയച്ചവരെ വിടുവിച്ചു എന്ന് പറയുന്നത്. വി ആർ സെൻഡിങ് ദ വേർഡ് ലോഡ്. ലോഡ്, ദ വേർഡ് വിൽ ഗോ ആൻഡ് മേക്ക് മിറക്കിൾസ് ലോഡ്. അവിടെ ജീവിതത്തിലെ വലിയ വിടുതൽ ആ ദൈവവചനം പോയി ചെയ്യുമെന്ന് ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിച്ച് ഏറ്റെടുത്ത് നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവമേ, പ്രാർത്ഥന കേട്ടോർത്ത് സ്തോത്രം, അനുഗ്രഹിച്ചോർ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇത് വാച്ച് ചെയ്യണം. പിശാച് നമ്മളെ തെറ്റിക്കുന്ന വിധങ്ങളാണ്. ഇനിയും 10-15 എപ്പിസോഡുകൂടെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പറയാനായിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെല്ലാം വാച്ച് ചെയ്യണം. തുടരെ ഏതെങ്കിലും മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പ്രീവിയസ് ഡേയിൽ നിങ്ങൾ എടുത്ത് അത് വാച്ച് ചെയ്യുമല്ലോ. പ്രെയർ റിക്വസ്റ്റ് വാട്സാപ്പ് നമ്പറിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം. കമൻറ്റ്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.